ബഹുമാന്യരായ എല്ലാ സഹോദരീ സഹോദരന്മാർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ ബൈബിൾ സ്റ്റഡിയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 2 എപ്പിസോഡുകൾക്ക് ശേഷം ഈ 3-ാമത്തെ എപ്പിസോഡിലും ഒരുമിച്ച് ദൈവവചനം ചിന്തിപ്പാൻ ദൈവം നമ്മൾക്ക് തന്ന ഭാഗ്യത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ശനിയാഴ്ചയും ഞായറാഴ്ചയുമായി 2 എപ്പിസോഡുകളിലായി ധാരാളം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. ഈ ബൈബിൾ സ്റ്റഡി ഒരു ക്രിട്ടിക്കൽ ബൈബിൾ സ്റ്റഡി അല്ല. ഏത് സാധാരണ ആൾക്കും ആദ്യ സഭ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ അവരെങ്ങനെ പ്രവർത്തിച്ചു എന്ന് മനസ്സിലാകുവാൻ വേണ്ടി ഉള്ള ഒരു സ്റ്റഡിയാണ്. അതുകൊണ്ട് ദൈവമക്കൾ വളരെ പ്രാർത്ഥനയോടെ ഇരിക്കണം. തീർച്ചയായിട്ടും ഈ ബൈബിൾ സ്റ്റഡി നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇത് അനുഗ്രഹമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാനൊരു ഹോംവർക്ക് തന്നിരുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ താക്കോൽ വാക്യമായിരിക്കുന്ന അപ്പോസ്തല പ്രവൃത്തി 1:8 നിങ്ങൾ മനഃപ്പാഠമാക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ നിങ്ങൾ ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഇതിനോടകം ആരെങ്കിലും അത് മനഃപ്പാഠമാക്കിയില്ലെങ്കിൽ നിങ്ങളത് മനഃപ്പാഠമാക്കുവാൻ ശ്രദ്ധിക്കണം. കാരണം ആ വാക്യം വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. ആ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് 28 അധ്യായങ്ങളടങ്ങുന്ന ഈ പുസ്തകത്തെ നമ്മൾ 4ആയി വിഭജിച്ചത്. പഠനത്തിൻ്റെ സൗകര്യത്തിനായി നമ്മൾ ആ നിലയിൽ വിഭജിച്ച് പഠിക്കുകയാണ്. വേഴ്സ് ടു വേഴ്സ് സ്റ്റഡി അല്ല നമ്മളിവിടെ പഠിക്കുന്നത്. എന്നാൽ ഈ പഠനം പൂർത്തിയാകുമ്പോൾ 28 അധ്യായത്തിൽ എന്താണ് ദൈവത്തിൻ്റെ ആത്മാവ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാനായി കഴിയും. ഒരു ഹോംവർക്ക് കൂടെ ഞാൻ നിങ്ങൾക്ക് തരികയാണ്. ഇതിനോടകം നിങ്ങൾ ഈ പുസ്തകം വായിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ ഈ പഠനത്തോടുള്ള ബന്ധത്തിൽ നിങ്ങളിത് വായിച്ചു തുടങ്ങുവാൻ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അങ്ങനെ നിങ്ങളുടെ സഹകരണം വളരെ ആവശ്യമാണ്. ഈ പ്രോഗ്രാമിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അതോടൊപ്പം ഈ അപ്പോസ്തല പ്രവൃത്തികൾ നിങ്ങൾ വായിക്കുവാനും തുടങ്ങണം എന്ന് ഞാൻ സ്നേഹത്തോടെ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ഈ എപ്പിസോഡിൽ ചില കാര്യങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞത് ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കും. അത് കഴിഞ്ഞ ആഴ്ചയല്ലായിരുന്നു. ഒന്നുകൂടെ നമുക്കൊന്ന് റിഫ്രഷ് ആകുവാനും 3-ാമത്തെ എപ്പിസോഡിൽ ആദ്യമായി കാണുന്ന ആളുകൾക്ക് കഴിഞ്ഞ ആഴ്ചകൾ നമ്മൾ കവർ ചെയ്ത കാര്യത്തെക്കുറിച്ച് അവർക്കൊന്ന് മനസ്സിലാകുവാൻ കൂടെ ഞാൻ ചില കാര്യങ്ങൾ ഒന്ന് സൂചിപ്പിച്ച് ഇന്നത്തെ പാഠത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യങ്ങളിൽ, അതിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങളിൽ യേശു കർത്താവ് പരിശുദ്ധാത്മാവിനാൽ ശുശ്രൂഷിച്ചു എന്ന് നമുക്ക് മനസ്സിലായി. അത് വാക്കിലും പ്രവൃത്തിയിലുമായിരുന്നു. പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷ എങ്ങനെയാണ്? കേവലം പ്രസംഗവും പഠിപ്പീരും മാത്രമല്ല, ഹോളി സ്പിരിറ്റിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ മേൽ വന്ന് കർത്താവിനെ ശക്തീകരിച്ച അതേ പരിശുദ്ധാത്മാവാണ് ശിഷ്യന്മാരുടെ മേലും വന്ന് അവരെയും എംപവർ ചെയ്തത്. അതേ ആത്മാവിനെയാണ് നമ്മളുടെ മേലും ദാനമായി തരാം എന്ന കർത്താവ് വാഗ്ദത്തം ചെയ്യുന്നത്. അതുപോലെ കർത്താവിൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ഈ ചിന്തകളെല്ലാം 1-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു. നമ്മൾ
1:8 4 വിഭജിച്ച ശേഷം അതിൻ്റെ 1-ാം വിഭജനത്തിൽ നിൽക്കുക. 1:1 മുതൽ 2:4 വരെയുള്ള മുഖവര എന്ന വിഷയത്തിൽ നമ്മൾ നിൽക്കുക. മുഖവര എന്ന് പറഞ്ഞ അല്പം കൂടെ ഒന്ന് വിശദീകരിച്ചാൽ, കർത്താവിൻ്റെ പുനരുത്ഥാനം മുതൽ പെന്തക്കോസ്ത് വരെയുള്ള ആ ഒരു സ്റ്റഡിയാണ് നമ്മൾ ചെയ്തു വരുന്നത്. ഇന്ന് ഈ എപ്പിസോഡിലും നമ്മൾ അതിൽ നിൽക്കുവാനാണ് താല്പര്യപ്പെടുന്നത്. യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം എന്ന വിഷയം ആദ്യത്തെ വാക്യങ്ങൾ നമുക്ക് കാണാം. പ്രത്യേകിച്ച് 1-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. ക്രിസ്ത്യാനിറ്റിയുടെ ഫണ്ടമെൻ്റലായ ഒരു സത്യമാണ് ജീസസ് ഈസ് അലൈവ്. യേശു കർത്താവ് ജീവിക്കുന്നു. ഞാൻ ചില വാക്യങ്ങളിലൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. അപ്പോസ്തലനായ പത്രോസും പൗലോസും ഒക്കെ പ്രസംഗിച്ച പ്രസംഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ, മറ്റ് ലീഡേഴ്സും പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ, അവിടെയെല്ലാം യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പ്, പുനരുത്ഥാനം എന്ന വിഷയം അവരുടെ ടോപ്പിക്കിൽ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ഞാൻ ആ റെഫറൻസുകൾ തരുന്നത് നിങ്ങൾക്ക് വേഗം എഴുതിയെടുക്കുവാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്താട്ടെ, അല്ലെങ്കിൽ ഇതിൻ്റെ സ്ക്രീനിൽ നിങ്ങളത് ഒബ്സർവ് ചെയ്ത് നിങ്ങളത് എഴുതിയെടുക്കുവാനായി ഞാൻ ആവശ്യപ്പെടുകയാണ്. അപ്പോസ്തലപ്രവൃത്തി 1:2, 1:9, 1:22, 2-ാം അധ്യായത്തിൻ്റെ 24, 2:32, 3:15, ഇങ്ങനെ അധികം ദൈവവചനം അതിൻ്റെ റെഫറൻസ് പറയുന്നത് ഇതൊരു ബൈബിൾ സ്റ്റഡി ആയതുകൊണ്ടാണ്. ദൈവമക്കൾ ഈ റെഫറൻസുകൾ നോക്കുകയും നിങ്ങളത് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാൻ ഞാൻ ഓർപ്പിക്കുകയാണ്. 4:1, 2 വാക്യം, 4:10, 4:33, 5:30, 13-ാം അധ്യായത്തിൻ്റെ 29, 30 വാക്യം, 17:18, 17:31, 32. സോ ഇവിടെയെല്ലാം യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നതിന് അവർ സാക്ഷ്യം വഹിക്കുകയാണ്. ആ കാലഘട്ടത്തിൽ അത് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ഇക്കാലഘട്ടത്തിലും അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ക്രിസ്തീയ വിശ്വാസത്തെ മറ്റു മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നിർത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മാനവജാതിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തിരുവെഴുത്തിൻ പ്രകാരം അവൻ മരിച്ചു, അടക്കപ്പെട്ടു. പക്ഷേ കല്ലറകളെ ഭേദിച്ചുകൊണ്ട് 3-ാമത്തെ ദിവസം യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 2-ാമത്തെ പാഠത്തിൽ ഞായറാഴ്ച നമ്മൾ ഇങ്ങനെയാണ് ശ്രദ്ധിച്ചത്. പരിശുദ്ധാത്മ സ്നാനത്തെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. അത് 1-ാം അധ്യായത്തിൻ്റെ 4, 5 വാക്യത്തെ ചേർന്ന് അതിൻ്റെ 8-ാം വാക്യത്തിലും 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ഒക്കെ ഒരുമിച്ച് നമ്മൾ പഠിക്കുകയുണ്ടായി. കർത്താവ് വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മ സ്നാനം എന്ന വിഷയം നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. പരിശുദ്ധാത്മ സ്നാനം കർത്താവിൻ്റെ കൽപ്പനയാണ് എന്ന് നമ്മൾക്ക് തിരുവെഴുത്തിൽ കാണുവാൻ കഴിയും. അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൻ്റെ ഏറ്റവും അവസാന ഭാഗം ദൈവമക്കളൊന്നും ശ്രദ്ധിച്ചേ, എന്ന് കൽപ്പിച്ചു എന്നാണ് അവിടെ പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? പരിശുദ്ധാത്മ സ്നാനം ഒരു ഓപ്ഷനല്ല. അതിനായി കാത്തിരുന്ന് അത് സ്വീകരിക്കേണ്ടതാണ്, പ്രാപിക്കേണ്ടതാണ്. പരിശുദ്ധാത്മ സ്നാനത്തിലൂടെ ലഭ്യമാകുന്ന ആത്മശക്തി കൂടാതെ ജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാനും സാധ്യമല്ല. യേശുക്രിസ്തുവിൻ്റെ അന്തിമ കൽപ്പനയായിരിക്കുന്ന ഗ്രേറ്റ് കമ്മീഷൻ ദൈവസഭയ്ക്ക് വിജയകരമായി പൂർത്തീകരിക്കുവാൻ സാധ്യമല്ല. ഇതായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ശ്രദ്ധിച്ചത്. കർത്താവ് ഈ കൽപ്പനയെക്കുറിച്ച് പറയുന്നത് ശിഷ്യന്മാരോടാണ്. 3 വർഷം
കർത്താവിൻ്റെ കൂടെ നടന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടവരും കർത്താവിൻ്റെ ടീച്ചിങ്സ് എല്ലാം ശ്രദ്ധിച്ച ശിഷ്യന്മാരോട് ഉയർത്തെഴുന്നേറ്റ കർത്താവ് 40 ദിവസം അവരോട് കൂടെ ആയിരുന്നപ്പോൾ കർത്താവ് ഈ പറയുന്നതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മ സ്നാനത്തിനായി കാത്തിരിക്കണം. ആത്മസ്നാനം കൂടാതെ അവർക്ക് ജയകരമായി ശുശ്രൂഷിക്കാൻ കഴിയുകയില്ല. 3 വർഷത്തെ ട്രെയിനിങ് കൊണ്ട് പോരാ എന്നാണ് കർത്താവ് ഈ വാക്യങ്ങളിലൂടെ അർത്ഥമാക്കുന്നത്. നിങ്ങൾ ഈ ശിഷ്യന്മാരെ ഒന്ന് ശ്രദ്ധിച്ചേ. 15-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ശിഷ്യന്മാരുടെ കൂടെ കർത്താവിൻ്റെ സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട്, കർത്താവിൻ്റെ അമ്മയാകുന്ന മറിയയുണ്ട്. ഇങ്ങനെ ഒരു 120 പേരുടെ ഒരു സംഘത്തെയാണ് നമ്മൾ കാണുന്നത്. നിങ്ങൾ ഇവരെ ഒന്ന് ശ്രദ്ധിച്ചേ. ലോക സുവിശേഷീകരണത്തിന് ഈ 120 പേർ ഇവർ പറ്റിയ ഒരു ടീമാണോ? മാനുഷികമായി നിങ്ങളവരെ വിലയിരുത്തിക്കാട്ട്. അതിൽ സെക്യുലർ വിദ്യാഭ്യാസമുള്ള എത്ര പേരുണ്ട്? യെരുശലേം പട്ടണത്തിൽ ജ്ഞാനികളുണ്ട്, വലിയ ബൈബിൾ സ്കോളേഴ്സ് ഉള്ള ഇടത്ത് പത്രോസിനെ പോലെയുള്ള ഒരു മീൻപിടുത്തക്കാരന് ഇമ്പാക്റ്റ് ചെയ്യാൻ കഴിയുമോ? അവരെ സംബന്ധിച്ചോളം അതൊരു നെഗറ്റീവ് കാര്യമാണ്. എങ്കിലും കർത്താവ് ആ നെഗറ്റീവിനെ മാറ്റിവെച്ച് അവരോട് പറയുന്നത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. 8-ാം വാക്യം. ഇനി അവരെ ഒന്ന് ശ്രദ്ധിച്ചേ. യേശു കർത്താവ് കൂടെ ഉള്ള സമയത്ത് പോലും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു ചോദ്യമാണ്, ഞങ്ങളിൽ വലിയവനാരാ? യേശു കർത്താവ് സ്വർഗാരോഹണം ചെയ്ത ശേഷം എന്താകാൻ സാധ്യതയുണ്ട്? അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ ആരെങ്കിലും വന്ന് ജോയിൻ ചെയ്യുമോ? യേശുവിനും ഇതറിയാം. പക്ഷേ കർത്താവിന് അവരോട് പറയാനുള്ളത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിക്കും. 3-ാമതൊരു വിഷയം ഞാൻ ചൂണ്ടിക്കാണിക്കാം. 1-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇവരിൽ പ്രധാനപ്പെട്ട ഒരാളായ യൂദാസ് കെട്ടിഞ്ഞാന്ന ആ മരിച്ച വാർത്ത നാട്ടിലെങ്ങും പാട്ടായതാണ്. ചീത്തപ്പേരുണ്ടാക്കിയ ഒരു സമൂഹത്തിൽ യെരുശലേം പട്ടണത്തിൽ നിന്ന് ആരെങ്കിലും വരാൻ സാധ്യതയുണ്ടോ? അതും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു നെഗറ്റീവ് കാര്യമാണ്. യേശുവിനും അതറിയാം. കർത്താവ് പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. 4-ാമത്തെ കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. ഇപ്പം യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റത് ഇവർ നേരിട്ട് കണ്ടതാ. കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും, സ്വർഗാരോഹണം ചെയ്യുന്നതും ഇവർ നേരിട്ട് കണ്ടതാ. പക്ഷെ നാട്ടിലൊക്കെ ആളുകൾ പ്രചരിപ്പിച്ചിരിക്കുന്നത് യേശു കർത്താവിൻ്റെ ശവശരീരത്തെ ശിഷ്യന്മാർ മോഷ്ടിച്ചു കൊണ്ടുപോയെന്ന. നേതാവില്ലാത്ത സമൂഹത്തിൽ ആരെങ്കിലും ചേരുമോ? അതും അവരെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവാണ്. കർത്താവിനും അതറിയാം. പക്ഷെ കർത്താവ് പറയുന്നത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നത്, താങ്കളെക്കുറിച്ച് എന്ത് കാര്യം ആര് നെഗറ്റീവ് പറയട്ടെ, ഇതിനെ സകലത്തെയും പോസിറ്റീവാക്കി തീർക്കുവാൻ ഹോളി സ്പിരിറ്റിൻ്റെ പവറിന് കഴിയും. പരിശുദ്ധാത്മ സ്നാനത്തിലൂടെ ലഭ്യമാകുന്ന ആത്മശക്തിയാൽ താങ്കൾക്കും താങ്കൾ ഉൾപ്പെട്ടു നിൽക്കുന്ന ദൈവസഭയ്ക്കും അനുഗ്രഹപ്രദമായ ശുശ്രൂഷ ചെയ്യാൻ കഴിയും എന്ന് വിശുദ്ധ തിരുവെഴുത്തുകൾ ഗ്യാരണ്ടി തരികയാണ്. കർത്താവ് അതിനായി നമ്മളെ സഹായിക്കട്ടെ. അതിനായി കാത്തിരിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. തുടർന്ന് നമ്മൾ പഠിച്ചത് 10 ദിവസത്തോളം അവർ കാത്തിരുന്നു എന്ന് നമുക്ക് ഈ വാക്യങ്ങളൊക്കെ ചേർത്ത് പഠിച്ചാൽ നമുക്ക് അത് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ? 10 ദിവസം ഇവർ കാത്തിരുന്ന സമയത്ത് യെരുശലേമിൽ സാധാരണക്കാർ ഇങ്ങനെ ഒരു 120 പേരുടെ സംഘമുണ്ടെന്ന് സാധാരണക്കാർ ഇത് അറിഞ്ഞു? ഒരിക്കലുമില്ല. എന്നാൽ 10-ാം ദിവസം ആത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ പട്ടണം ഇളകി. യെരുശലേമിൽ ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടായി. ഒരു സൂപ്പർ നാച്ചുറൽ മൂവാണ് അവരുടെ മേൽ ഉണ്ടായത്.
പരിശുദ്ധാത്മ സ്നാനം കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ചിന്തിച്ചു, ഓട്ടോമാറ്റിക്കായി കിട്ടുന്നതല്ല. രക്ഷിക്കപ്പെട്ടവരുടെ മേൽ ദൈവം ദാനമായിട്ട് പരിശുദ്ധാത്മ സ്നാനം കൊടുക്കുന്നു. രക്ഷിക്കപ്പെടുമ്പോൾ ആത്മാവില്ലേ? തീർച്ചയായിട്ടുമുണ്ട്. ശിഷ്യന്മാർ കർത്താവിൽ വിശ്വസിച്ചവരാണ്. പക്ഷേ അങ്ങനെയുള്ള ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മ സ്നാനം വേണം എന്ന് കർത്താവ് കൽപ്പിക്കുകയാണ്. പരിശുദ്ധാത്മ സ്നാനം അല്ലെങ്കിൽ ആത്മനിറവ്, ആത്മാവാം ദൈവം ഉൾമനുഷ്യനെ മുഴുവനുമായി എടുക്കുന്ന ആ ഒരു പ്രത്യേക സ്ഥിതിയിലേക്ക്, ആ ഫുൾനെസ്സിലേക്ക് ഓരോ വിശുദ്ധനും വരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധാത്മ സ്നാനത്തിൻ്റെ അടയാളമായി അന്യഭാഷയിൽ ആ ദാനം ദൈവം തരും എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായി കഴിയും. അന്യഭാഷയെക്കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ ചുരുക്കമായി നമ്മൾ ചിന്തിച്ചിരുന്നു. പരിശുദ്ധാത്മ സ്നാനത്തിൻ്റെ പ്രത്യക്ഷ അടയാളമാണ് അന്യഭാഷ. അപ്പോൾ തന്നെ ഒരു വിഷയം എനിക്ക് ചൂണ്ടിക്കാണിക്കുവാനുള്ളത്, എല്ലാ അന്യഭാഷയും ആത്മസ്നാനത്തിൻ്റെ അടയാളമായി കിട്ടുന്നത് ആവണമെന്നില്ല. മാനുഷികമായി പറയുന്നവരുണ്ട്, ദുരാത്മാവിനാൽ പറയുന്നവരുണ്ട്. 1 യോഹന്നാൻ 4-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ ഏതാത്മാവിനെയും വിശ്വസിക്കരുതെന്നും ഏതാത്മാവിനെയും വിവേചിക്കണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് തിരുവെഴുത്തിലൂടെ നമുക്ക് വാണിംഗ് തരുന്നുണ്ട്. യഥാർത്ഥമായി അന്യഭാഷ സംസാരിച്ച് ആത്മനിറവിൻ്റെ അടയാളമാകുന്ന അന്യഭാഷ സംസാരിക്കുന്ന ഒരാളിൻ്റെ പ്രവൃത്തിയിൽ ആത്മാവിൻ്റെ ശക്തി തീർച്ചയായും വെളിപ്പെട്ടു വരും. ആത്മാവിൻ്റെ നിറവ് ഉള്ള ഒരാൾ, അങ്ങനെ ക്ലെയിം ചെയ്യുന്ന ഒരാൾ, അവരുടെ പ്രാർത്ഥനാ ജീവിതം മാറും, അവരുടെ ആരാധനയുടെ ശൈലി മാറും. ദൈവത്തെ എപ്പോഴും പ്രസാദിപ്പിക്കുവാനുള്ള ആ വലിയ ഉൾവാഞ്ച അവരിലുണ്ടാവും. പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചു അന്യഭാഷ പറയുന്നു എന്ന് പറയുന്ന ഒരാൾ പിന്നെയും ഇരുട്ടിൽ ജീവിക്കുന്നയാളാണെങ്കിൽ, പാപത്തിൽ ജീവിക്കുന്നയാളാണെങ്കിൽ അത് പരിശുദ്ധാത്മാവിനാലല്ല. ആത്മനിറവ് പ്രാപിക്കുകയും വേണം, അനുദിനം ആത്മാവിനാൽ നടത്തപ്പെടുകയും വേണം. കർത്താവ് അതിനായി നമ്മളെ സഹായിക്കട്ടെ. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിലാണ് ആദ്യമായി ശിഷ്യന്മാർ പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കുന്നത്. പെട്ടെന്ന് കൊടിയ കാറ്റിൻ്റെ ശബ്ദം, അതിന് മുഴക്കമുണ്ടാകുന്നു. അഗ്നി നാവുകൾ പോലെ ഉള്ള പിളർന്ന നാവുകൾ അവരുടെ മേൽ വന്ന് പതിയുന്നു. പരിശുദ്ധാത്മാവ് അവരെ എല്ലാവരെയും നിറയ്ക്കുന്നു. ആത്മാവ് അവർക്ക് ഉച്ചരിക്കാൻ കൊടുത്തതുപോലെ അവർ അന്യഭാഷകളിൽ സംസാരിച്ച് തുടങ്ങുന്നു. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച ചിന്തിക്കുകയുണ്ടായി. അതുപോലെ പരിശുദ്ധാത്മ സ്നാനത്തിൻ്റെ അടയാളം അന്യഭാഷയാണെന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. അത് വാസ്തവത്തിൽ ചിന്തിച്ചാൽ പ്രൈമറി എവിഡൻസ്, ഇനീഷ്യൽ എവിഡൻസ് ആണ് അന്യഭാഷാ ഭാഷണം. ആ കാര്യം കൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. 3 വിധത്തിലെങ്കിലും ആത്മസ്നാനം ലഭ്യമാകും എന്ന ചിന്ത നാം ചിന്തിച്ചിരുന്നു. പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മ സ്നാനം സ്വീകരിക്കാൻ കഴിയും. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാൻ കഴിയും. അഭിഷക്തന്മാർ ആത്മനിയോഗത്തിൽ അവരുടെ കരം ഒരു വിശ്വാസിയുടെ മേൽ വയ്ക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ നിറയുവാൻ കഴിയുമെന്ന് തിരുവെഴുത്തിലൂടെ നാം ശ്രദ്ധിക്കുകയുണ്ടായി. 1-ാം അധ്യായത്തിലെ മറ്റ് പല പ്രധാനപ്പെട്ട ഇവൻറ്റുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരാൻ താല്പര്യപ്പെടുകയാണ്. അതിൽ 1-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ദൈവമക്കളൊന്ന് ശ്രദ്ധിച്ചാൽ കർത്താവിൻ്റെ അസെൻഷനെക്കുറിച്ച്, സ്വർഗാരോഹണത്തെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഒലിവ് മലയിൽ കർത്താവ് ശിഷ്യന്മാരോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്ന ആ വലിയ കാഴ്ച അവർ കാണുകയാണ്. ഒരു മേഘം തന്നെ വന്ന് മൂടുന്നു.
അങ്ങനെ അവർ ആകാശത്തെ കുറ്റിനോക്കിക്കൊണ്ടിരിക്കുമ്പോൾ വെള്ളവസ്ത്രധാരികളായ രണ്ട് പുരുഷന്മാർ അവരോട് പറയുന്നു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ഈ ആകാശത്തിലേക്ക് ഉറ്റുനോക്കുന്നത് എന്ത്? യേശു കർത്താവ് പോയതുപോലെ തന്നെ മടങ്ങി വരും. യേശു കർത്താവിൻ്റെ സ്വർഗാരോഹണം ക്രിസ്തീയ സമൂഹത്തിലെ അതിപ്രധാനമായ ഒരു ഇവൻ്റാണ്. കർത്താവിൻ്റെ ഐഹിക ശരീരത്തിൽ തൻ്റെ ശുശ്രൂഷകൾ കംപ്ലീറ്റ് ചെയ്യുന്നത് ആ സ്വർഗാരോഹണത്തോട് ചേർന്നാണ്. ആ സ്വർഗാരോഹണമാണ് ആ കംപ്ലീഷൻ നടക്കുന്ന ആ രംഗം. അതിനുശേഷം നാം കാണുന്നത് കർത്താവ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ശിഷ്യന്മാരിലൂടെ അന്നറിയപ്പെട്ട ലോകത്തെ സുവിശേഷീകരിക്കുന്നതാണ്. യോഹന്നാൻ്റെ സുവിശേഷം 16:5 മുതൽ 15 വരെയുള്ള വാക്യങ്ങളുടെ ദയവായി നിങ്ങൾ വായിക്കണം. കാരണം അവിടുത്തെ സൂചന കർത്താവിൻ്റെ സ്വർഗാരോഹണം എന്ന ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഇവൻ്റ് നടന്നില്ലായിരുന്നെങ്കിൽ പരിശുദ്ധാത്മാവെന്ന ദാനം ഒരിക്കലും ദൈവമക്കൾ ലഭ്യമാകുകയില്ലായിരുന്നു. കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷമാണ് പിതാവിനോട് ചോദിച്ച് താൻ പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കുന്നവരുടെ മേൽ പകർന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 19 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ സഭയുടെ നാഥനാകുന്ന കർത്താവ് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് താൻ ഗ്ലോറിഫൈഡ് ആയ ശേഷം ഇന്ന് തൻ്റെ ആത്മീക ശരീരമാകുന്ന സഭയിലൂടെ താൻ പ്രവർത്തിച്ചു വരികയാണ്. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിലൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. അതും വളരെ പ്രധാനപ്പെട്ട ഒരു ഇവൻ്റാണ്. പ്രത്യേകിച്ച് നമ്മുടെ 1ാമത്തെ ഡിവിഷൻ ദൈവമക്കൾ ശ്രദ്ധിക്കുമല്ലോ. അതിലൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അവർ കാത്തിരുന്നു. പഠനത്തിൻ്റെ സൗകര്യത്തിനായി കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന വിഷയം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന ശേഷം പരിശുദ്ധാത്മാവ് എന്ന വിഷയത്തിലിറങ്ങി ആത്മസ്നാനം എന്ന വിഷയം ഞാൻ പെട്ടെന്ന് ഓടിച്ച് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. എന്നാൽ അതിനായി അവർ കാത്തിരുന്ന രംഗം ഞാൻ ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ താല്പര്യപ്പെടുകയാണ്. 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ 120 പേരുടെ ഒരു സംഘം അവർ ഒരുമിച്ചിരുന്ന് ഈ വാഗ്ദത്തത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ കർത്താവിൻ്റെ അമ്മയാകുന്ന മറിയ അതിനകത്തുണ്ട്, കർത്താവിൻ്റെ സഹോദരന്മാർ അതിനകത്തുണ്ട്, ശിഷ്യന്മാരതിനകത്തുണ്ട്. ഒരു പക്ഷെങ്കിൽ 70 പേരുടെ ശിഷ്യന്മാരുടെ ലിസ്റ്റിലുള്ള ആ പ്രിയപ്പെട്ടവരും അതിനകത്ത് കാണുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു 120 പേരുടെ സംഘം അവർ മാളിക മുറിയിൽ കാത്തിരിക്കുകയാണ് വാഗ്ദത്ത നിവൃത്തിക്കായി. അവർ വളരെ സീരിയസ് ആയിരുന്നു. കാരണം കർത്താവ് അവരോട് പറഞ്ഞ വാഗ്ദത്തമാണ്. ആത്മാവിനെ കൂടാതെ അവരുടെ ശുശ്രൂഷ വിജയിക്കത്തില്ലെന്ന് അപ്പോസ്തലന്മാർക്ക് വളരെ വ്യക്തമായിരുന്നു. അതുകൊണ്ട് യേശു കർത്താവ് സ്വർഗാരോഹണം ചെയ്ത ശേഷം ഒലിവ് മലയിൽ നിന്ന് അവർ അപ്പർ റൂമിലേക്ക് കടന്നു വന്ന് അവർ ഈ വാഗ്ദത്തം പ്രാപിക്കുവാനായി കാത്തിരിക്കുക. അവരുടെ പ്രാർത്ഥനയെക്കുറിച്ച് 2 കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാൻ താല്പര്യപ്പെടുന്നു. ഒന്ന്, അവർ യുണൈറ്റഡ് ആയിരുന്നു, ഒറ്റ മനസ്സോടെ അവരിയ്ക്കുകയാണ്. അങ്ങനെ ഒരു മനസ്സ് വരുന്നത് എങ്ങനെയാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? 50 പേരുടെ ഒരു സഭയിൽ ഐക്യത വരാൻ ഇന്ന് എത്രയോ പാടാണ്. ഇത് 120 പേരുടെ സംഘം അവരൈകമത്യപ്പെട്ടിരിക്കുകയാണ്. ഇനി ഞാൻ ആ സംഘത്തെ ഒന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ ഒന്നുകൂടെ കൊണ്ടുവരാം. ഈ സംഘം സ്വാഭാവികമായി അങ്ങനെ ഐകമത്യപ്പെട്ടിരിക്കുവാൻ സാധ്യത കുറവാണ്. കർത്താവിൻ്റെ അമ്മയാകുന്ന മറിയ ആ സംഘത്തിലുണ്ട്. അമ്മയാകുന്ന മറിയയ്ക്ക് ഒരു പ്രധാനപ്പെട്ട റോൾ മറിയ എടുക്കുവാൻ താല്പര്യപ്പെട്ടിരുന്നെങ്കിൽ അവിടെ എന്തെല്ലാം പ്രോബ്ലംസ് നടന്നേനെ. ഇനി കർത്താവിൻ്റെ സഹോദരന്മാരെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് കർത്താവിൻ്റെ ജനനം കന്യകാ ജനനമായിരുന്നു. ആ ജനനത്തിന് ശേഷം യോസഫിനും മറിയയ്ക്കും
അനുഗ്രഹിക്കപ്പെട്ട ദാമ്പത്യ ജീവിതമുണ്ടായിരുന്നു. അതിൻ്റെ അനന്തരഫലമായി ആൺകുട്ടികളും പെൺകുട്ടികളും അവർക്കുണ്ടായി എന്ന തിരുവെഴുത്ത് വളരെ വ്യക്തമാണ്. ആ സഹോദരന്മാർ, അവരിൽ ആരെങ്കിലും ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ സഹോദരന്മാരാ, ഞങ്ങളാണ് ഇതിനകത്ത് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവിടെ ഭിന്നതയുണ്ടായേനെ. ഇനി ശിഷ്യന്മാരെ ശ്രദ്ധിക്ക്. പത്രോസാണ് നാച്ചുറൽ ലീഡർ. അദ്ദേഹമാണ് ഇനി തുടർന്ന് ലീഡർഷിപ്പ് എടുക്കുന്നതായിട്ട് നാം കാണുന്നത്. പക്ഷേ മറ്റുള്ള ശിഷ്യന്മാർ ഒരു പക്ഷെങ്കിൽ പത്രോസിനെ നോക്കിക്കൊണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് താങ്കളല്ലേ യേശുവിനെ തള്ളിപ്പറഞ്ഞത് എന്ന് പറഞ്ഞ് പത്രോസിനെ ആക്ഷേപിച്ചിരുന്നെങ്കിൽ അവിടെ വലിയ പ്രശ്നമുണ്ടായേനെ. ഇനി അങ്ങനെ ഒരു ആരോപണം ഉയർത്തിയാൽ പത്രോസ് തിരിച്ചു പറയാ, യോഹന്നാനെ നീയാണ് എന്നെ അവിടെ വരെ കൊണ്ടുപോയതെന്ന് പറഞ്ഞാൽ അത് അതിലും പ്രശ്നമാണ്. ഇനി യോഹന്നാൻ അവിടെ ഒരു വാദം മുഴക്കാന്നിരിക്കട്ടെ, ഏറ്റവും അവസാനം ക്രൂശിൽ കിടന്നുകൊണ്ട് അമ്മയാകുന്ന മറിയയുടെ സംരക്ഷണം എന്നെയാണ് കർത്താവ് ചുമതലപ്പെടുത്തിയതെന്ന് യോഹന്നാൻ അവിടെ പറഞ്ഞിരുന്നെങ്കിൽ അവിടെയും ഭിന്നതയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെ എല്ലാം മാറ്റിവെച്ച് അവരൊരൊറ്റ വിഷയത്തിൽ അവർ ഫോക്കസ്ഡ് ആണ്. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. ആത്മീയമായതിൽ അവർ കോൺസെൻട്രേറ്റ് ചെയ്യുവാൻ തുടങ്ങിയപ്പോൾ വേറെ ഒന്നും വിഷയമല്ല. ഇന്ന് പലപ്പോഴും ഭിന്നതകൾ സഭകളിൽ വരാൻ കാരണം വിലയേറിയത്, ഘനമായത്, ആത്മീകമായത് നമ്മൾ പിറകോട്ട് തള്ളി മറ്റു പല കാര്യങ്ങൾ, ഉദാഹരണമായി സ്ഥാനങ്ങൾ, മാനങ്ങൾ എന്നിവയ്ക്ക് വേണ്ടി നമ്മൾ സമയം ചെലവഴിക്കുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ അത് നിമിത്തമാണ് പലയിടത്തും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. സത്യമല്ലേ? ഇവരുടെ പ്രാർത്ഥന വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ മുന്നേറാൻ കാരണം ഇവർ ഐകമത്യപ്പെട്ടുകൊണ്ടിരുന്നു. ഒറ്റ വിഷയത്തിൽ ഇവർ കോൺസെൻട്രേറ്റഡ് ആയിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ മുൻപൊന്ന് സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് 10 ദിവസമാണ് ഇവർ കാത്തിരുന്നത്. ഒരു ദിവസമായി, 2 ദിവസമായി, ഒരാഴ്ചയായി ഒന്നും പ്രത്യേകിച്ച് അനുഭവമില്ല. അപ്പൊ അവരുടെ പ്രാർത്ഥന പെർസിസ്റ്റന്റ് പ്രാർത്ഥനയായിരുന്നു, മടുത്തു പോകാത്ത പ്രാർത്ഥനയായിരുന്നു. വിഷയത്തിന് വിടുതൽ ഉണ്ടാകുന്നിടം വരെ, മറുപടി കിട്ടുന്നിടം വരെ വാക്തത്വത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവർ പ്രാർത്ഥിച്ചു. പലപ്പോഴും ദൈവിക വാക്തത്വങ്ങൾ ദൈവജനം പ്രാപിക്കാത്തതിൻ്റെ കാരണം മടുത്തു പോകുന്നത് കൊണ്ടാണ്. മടുത്തു പോകാതെ പ്രാർത്ഥിക്കുമെങ്കിൽ സഭകളിൽ ആത്മാവിൻ്റെ വലിയ ഒരു പ്രദർശനം, ആത്മാവിൻ്റെ വലിയ ഒരു ഒഴുക്ക്, ഒരു ഉണർവ് കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഒരു പക്ഷെങ്കിൽ എന്നെ കേൾക്കുന്ന ചില പ്രിയപ്പെട്ടവർ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ നിൽക്കുന്നവരായിരിക്കാം, വരൾച്ച അനുഭവിക്കുന്നവരായിരിക്കാം. ധാരാളം വാഗ്ദത്തങ്ങൾ കർത്താവ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ആ വാഗ്ദത്തം അതിൻ്റെ നിലയിൽ പ്രാപിക്കാൻ കഴിയാതെ വണ്ണം നിങ്ങളായിരിക്കുന്നു എങ്കിൽ നിങ്ങൾ ഈ കേൾക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവിന് നിങ്ങളോട് പറയാനുള്ളത്, വാഗ്ദത്തങ്ങളെ നിങ്ങൾ മറക്കരുത്. അനുദിനം അത് ഓർത്ത് വിശ്വാസത്താൽ നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ അതിശക്തമായ ഒരു ശുശ്രൂഷയിലേക്ക് കരം പിടിച്ച് നിങ്ങളെ പൊക്കുവാൻ ദൈവത്തിന് കഴിയും. കർത്താവ് അതാണ് ആഗ്രഹിക്കുന്നത്. ഇവർ മടുത്തു പോകാതെ പ്രാർത്ഥിച്ചു. മടുത്തു പോകാതെ പ്രാർത്ഥിക്കുകയും ഐകമത്യപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് 10-ാം ദിവസം സ്വർഗം അവർക്ക് വേണ്ടി തുറക്കുന്നത്. 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ അവരുടെ പ്രാർത്ഥനയെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. തുടർന്ന് അതിൻ്റെ 15 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ധ്യാനം അവിടെ ഉണ്ടായിരുന്നു എന്ന് വളരെ വ്യക്തമാണ്. അപ്പം നോക്കൂ, 4-5 വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള വാഗ്ദത്തം കർത്താവ് പറഞ്ഞു. 8-ാം വാക്യത്തിൽ ആത്മസ്നാനത്തിലൂടെ ലഭ്യമാകുന്ന ആത്മശക്തിയെക്കുറിച്ച് കർത്താവ് ഓർമ്മപ്പെടുത്തി. അതിനുശേഷം 14 മുതൽ കാത്തിരിപ്പ് യോഗമാണ് നമ്മൾ കാണുന്നത്. ഒരു കാത്തിരിപ്പ് യോഗത്തിൽ എന്ത് കാണണം? 1, പ്രാർത്ഥനയുണ്ടായിരിക്കും. 2, 15 മുതലുള്ള വാക്യങ്ങളിൽ ദൈവവചന ധ്യാനമുണ്ടായിരിക്കും.
ലൂക്കോസിന്റെ സുവിശേഷം 24:53 വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ ആരാധന ഉണ്ടായിരിക്കും. 15 മുതൽ 22 വരെ പത്രോസാണ് ആ ദൈവവചനം ധ്യാനിക്കുവാനായി താൻ തുടങ്ങുന്നത്. സങ്കീർത്തനം 69 സങ്കീർത്തനം 109 നിന്ന് താൻ അവരിൽ ഒരുവനായ യൂദ വേക്കൻ്റ് ആക്കിയ സ്ഥാനത്തേക്ക് ഒരാളെ തെരഞ്ഞെടുക്കണമെന്നുള്ള വചന വെളിപ്പാട് താൻ പറയുകയാണ്. വചനത്തിലൂടെ സമൂഹത്തോട് ദൈവം സംസാരിക്കുന്നത് അവർ ഏറ്റെടുത്തുകൊണ്ടാണ് യൂദ പോയ സ്ഥാനത്തേക്ക് മറ്റൊരാളെ തെരഞ്ഞെടുക്കുവാൻ തയ്യാറാകുന്നത്. ദൈവം വചനത്തിലൂടെ സംസാരിക്കും. ദൈവം അനേക മീഡിയംസിലൂടെ സംസാരിക്കുന്നവനാണ്. സ്വപ്നങ്ങളിലൂടെ സംസാരിക്കും, ദർശനങ്ങളിലൂടെ സംസാരിക്കും, ദൂതനെ ഇറക്കി സംസാരിക്കും, ഓഡിബിൾ വോയിസായി നേരിട്ട് ദൈവ ശബ്ദമായി കേൾക്കുവാൻ കഴിയും. പ്രവാചകന്മാരിലൂടെ സംസാരിക്കും, സാഹചര്യങ്ങളിലൂടെ സംസാരിക്കും, ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിലൂടെ സംസാരിക്കും. ഓരോ ദിവസവും ദൈവവചനം ധ്യാനിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് ട്യൂൺഡായിലിരുന്നാൽ അതാത് ദിവസത്തേക്കുള്ള ദൂത് താങ്കൾക്ക് ലഭ്യമാകും. പലപ്പോഴും നമ്മുടെ കാതുകൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ദൈവം ഇടപെടുന്നത് നാം കേൾക്കാതെ പോകുന്നത്. എന്നാൽ ഇന്നു മുതൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, ഒന്ന് ശ്രദ്ധിക്കാൻ തയ്യാറായാൽ ദൈവം എന്നോട് ഇന്ന് സംസാരിക്കും എന്ന വിശ്വാസത്താൽ ഒന്ന് ശ്രദ്ധിക്കാൻ തയ്യാറായാൽ ദൈവം വിവിധ മീഡിയംസിലൂടെ ദൈവം സംസാരിക്കുന്നവനാണ്. അനേക ആളുകളുടെ ധാരണ ദൈവം പ്രവാചകനിലൂടെ മാത്രമേ സംസാരിക്കുകയുള്ളൂ എന്നാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ആ ഒരു വാതിൽ മാത്രം നാം തുറക്കുന്നത്. ഞാനിവിടെ ഉദ്ധരിച്ച ഒരു 7 വാതിലൊന്ന് തുറന്നിട്ട് നോക്കി. ഓരോ ദിവസവും ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ കഴിയും. അതുപോലെ ഇവരെ ശ്രദ്ധിച്ചാൽ വചന വെളിപ്പാടിലൂടെ അടുത്ത ലീഡർഷിപ്പിലേക്കുള്ള ഒരാളിനെ തെരഞ്ഞെടുക്കണമെന്ന് പത്രോസിൻ്റെ വാക്കുകൾ അവർക്ക് ബോധ്യമായി കഴിഞ്ഞപ്പോൾ അവർക്ക് പിന്നെ ഒരു ചോദ്യവുമില്ല. കാരണം ദൈവത്തിൻ്റെ വചനം അൺചേഞ്ചിങ് ആണ്. അതിലൂടെ ഒരു കാര്യം വെളിപ്പെട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിന് പിന്നെ കൺഫ്യൂഷൻ ഇല്ല, അതിന് തർക്കിക്കേണ്ട ആവശ്യമില്ല, അതങ്ങ് ഏറ്റെടുത്താൽ മതി. ഇവരുടെ മാതൃക നമുക്ക് വളരെ ചലഞ്ചിങ് ആയി മാറട്ടെ. അടുത്ത പ്രധാനപ്പെട്ട കാര്യം 1-ാം അധ്യായത്തിൻ്റെ 23 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. 23 മുതൽ ഉള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ്: അങ്ങനെ അവർ യുസ്തോസ് എന്ന മറുപേരുള്ള ബർശബ എന്ന യോസെഫ്, മത്തയാസ് എന്നീ 2 പേരെ നിർത്തി. ദൈവവചനത്തിലൂടെ അവർക്ക് കിട്ടിയ വെളിപ്പാടനുസരിച്ച് യൂദയുടെ സ്ഥാനത്തേക്ക് 2 പേരുടെ പേരുകളാണ് നിർദ്ദേശിക്കപ്പെട്ടത്. അവരെന്ത് ചെയ്തു? 24-ാം വാക്യം: സകല ഹൃദയങ്ങളെയും അറിയുന്ന കർത്താവേ, തൻ്റെ സ്ഥലത്തേക്ക് പോകേണ്ടതിന് യൂദ ഒഴിഞ്ഞു പോയ ഈ ശുശ്രൂഷയുടെയും അപ്പോസ്തോലത്വത്തിൻ്റെയും സ്ഥാനം ലഭിക്കേണ്ടതിന് ഈ 2 പേരിൽ ഏവനെ നീ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചു. അവരുടെ പേർക്ക് ചീട്ടിട്ടു. ചീട്ട് മത്തയാസിന് വീഴുകയും അവനെ 11 അപ്പോസ്തോലന്മാരുടെ കൂട്ടത്തിൽ എണ്ണുകയും ചെയ്തു. 23 മുതൽ 26 വരെയുള്ള വേദഭാഗങ്ങളിൽ മത്തയാസ് എന്ന് പറയുന്ന മനുഷ്യനെ തിരഞ്ഞെടുക്കുന്ന ഒരു രംഗമാണ് നാം കാണുന്നത്. ഇവിടെയും ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ സൂചിപ്പിക്കുവാൻ താല്പര്യമുണ്ട്. 2 പേരുടെ പേരാണ് നിർദ്ദേശിച്ചത്. അപ്പം ഇതിൽ ദൈവഹിതം ഏതാണെന്ന് എങ്ങനെ അറിയാം? അവർ പ്രാർത്ഥിച്ചു. വചനത്തിലൂടെയാണ് അവർക്ക് വെളിപ്പെട്ട് കിട്ടിയത് അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ആവശ്യമുണ്ടെന്ന്. 2 പേരുടെ പേരാണ് നിർദ്ദേശിക്കപ്പെട്ടത്. അപ്പം ഇതിൽ ആരാണ് യഥാർത്ഥത്തിൽ ആ സ്ഥാനം
അലങ്കരിക്കേണ്ടത് എന്ന വിഷയം വന്നപ്പോൾ അവർ പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിൽ വിഷയം ഏൽപ്പിച്ച് ചീട്ടിട്ടു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ആ ചീട്ട് മത്തയാസിനാണ് വീണത്. ഒരു ചരിത്രകാരൻ പറയുന്നത് മത്തയാസ് ഒരു പക്ഷെങ്കിൽ 70 ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഒരുവനായിരിക്കാൻ സാധ്യത ഉണ്ട് എന്നാണ്. അദ്ദേഹത്തെയാണ് യൂദ പോയ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഈ ചീട്ടിടുന്ന രീതി പഴയ നിയമത്തിലെ ഒരു രീതിയാണ്. ലേവ്യ പുസ്തകം 16:8, സംഖ്യ 26:55, സദൃശവാക്യം 16:33, ലൂക്കോസ് 1:9 ഇവിടെയൊക്കെ ചീട്ടിട്ട് തിരഞ്ഞെടുക്കുന്ന രംഗങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. പക്ഷെ എനിക്ക് ദൈവമക്കളോട് സൂചിപ്പിക്കാനുള്ളത്, പഴയ നിയമത്തിലെ ദൈവമക്കൾ ചെയ്തിരുന്ന ഒരു സമ്പ്രദായമാണ് ചീട്ടിട്ട് തിരഞ്ഞെടുക്കുക. പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരുടെ മേൽ വന്ന ശേഷം ഇങ്ങനെ ഒരു കാര്യം അവർ ആവർത്തിക്കുന്നതായി ദൈവവചനത്തിൽ രേഖയില്ല. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ദൈവമക്കൾ ആത്മാവിൻ്റെ നടത്തിപ്പിനാണ് വിധേയപ്പെടേണ്ടത്. ഇവരിപ്പോൾ ചീട്ടിടാൻ കാരണം ഇവരുടെ മേൽ ആത്മാവ് വന്നിട്ടില്ല. ആ കാര്യം പ്രത്യേകം ദൈവമക്കളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരികയാണ്. മറ്റൊരു വിഷയം അവിടെ ചൂണ്ടിക്കാണിക്കുവാനുള്ളത്, ചില ആളുകൾ ധരിക്കുന്നത് മത്തയാസിനെ ദൈവമല്ല തിരഞ്ഞെടുത്തതെന്നും യൂദ പോയ സ്ഥാനത്തേക്ക് അപ്പോസ്തലനായ പൗലോസിനെ പിൻകാലത്ത് ദൈവം തിരഞ്ഞെടുത്തു എന്നൊരു ചിന്തയുണ്ട്. അഥവാ ഇത് മനുഷ്യൻ്റെ തിരഞ്ഞെടുപ്പായിരുന്നു എന്നും അപ്പോസ്തലനായ പൗലോസാണ് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പെന്നും ചിലർ വാദിക്കുന്നുണ്ട്, ചിലർ ചിന്തിക്കുന്നുണ്ട്. എൻ്റെ ദൈവവചന പഠനത്തിൽ എനിക്ക് ആ കാര്യത്തോട് യോജിപ്പില്ല. ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നത് മത്തയാസിനെ ദൈവം തെരഞ്ഞെടുത്തു എന്ന് തന്നെയാണ്. അതിന് ചില തെളിവുകൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ താല്പര്യപ്പെടുകയാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ ആ സമയത്ത് ശിഷ്യന്മാരുടെ മേൽ ആത്മാവ് വന്നിട്ടില്ല. അതുകൊണ്ട് ദൈവവചനത്തിൽ നിന്ന് കിട്ടിയ വെളിപ്പാടനുസരിച്ച് അവരാദ്യം പ്രാർത്ഥിച്ചു. ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവത്തോട് പ്രാർത്ഥിച്ച് വിഷയത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചിട്ടാണ് അവർ ചീട്ടിടുന്നത്. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പായിരുന്നു മത്തയാസ്, മാനുഷികമല്ല. മറ്റൊരു തെളിവ്, 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ 120 പേർ ഐകമത്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ മത്തയാസ് അവരുടെ കൂട്ടത്തിലുണ്ട്. പരിശുദ്ധാത്മ സ്നാനം നടക്കുമ്പോൾ അഗ്നിനാവുക പോലെ പിളർന്ന നാവുകൾ മത്തയാസിൻ്റെ മേലും വന്നു. ദൈവമല്ല അവനെ തെരഞ്ഞെടുത്തതെങ്കിൽ അങ്ങനെ ആത്മാവിൻ്റെ വിശേഷമായി പകർച്ച അവൻ്റെ മേലുണ്ടാകുവാൻ സാധ്യമല്ല, അഥവാ സാധ്യതയില്ല. 3, 2-ാം അധ്യായത്തിൻ്റെ 14 മുതൽ വായിക്കുമ്പോൾ പത്രോസിൻ്റെ ആദ്യത്തെ പ്രസംഗമാണ് നാം കാണുന്നത്. പത്രോസ് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ബാക്കി 11 പേരുടെ പത്രോസിൻ്റെ കൂടെ എഴുന്നേറ്റ് നിൽക്കുക. അതിനകത്ത് വ്യത്യാസമുണ്ട്. ആ സമയത്തേക്കും 12 പേരുടെ ടീമിൽ മത്തയാസിനെ കൂടെ അവരെടുത്തിരുന്നു. അപ്പോസ്തലന്മാർക്ക് തെറ്റുപറ്റി എന്ന് ഞാൻ ധരിക്കുന്നില്ല. തീർച്ചയായും മത്തയാസ് ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പായിരുന്നു. തീർച്ചയായും പൗലോസും പിൻകാലങ്ങളിൽ അപ്പോസ്തോലിക ശുശ്രൂഷയ്ക്ക് ദൈവം തന്നെയാണ് തിരഞ്ഞെടുത്തത്. എന്നാൽ ഈ 12 പേരുടെ ഈ ലിസ്റ്റിൽ മത്തയാസ് ആയിരുന്നു എന്ന് ഈ തിരുവെഴുത്തുകൾ നമുക്ക് വളരെ ശക്തമായ നിലയിൽ തെളിവുകൾ തരികയാണ്. നമ്മളിവിടെ 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 2-ന്റെ 4 വരെയുള്ള വാക്യങ്ങളുടെ ഒരു പെട്ടെന്നൊരു ബ്രീഫ് സമ്മറിയാണ് നമ്മൾ നോക്കിയത്.
അതിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം നമ്മൾ ഒന്ന് ഓടിച്ചു നോക്കുകയുണ്ടായി. ഒന്നാമത്, കർത്താവ് ഉയർത്തെഴുന്നേറ്റു, കർത്താവ് ആത്മാവിനാൽ ശുശ്രൂഷിച്ചു, കർത്താവ് പരിശുദ്ധാത്മാ സ്നാനത്തെക്കുറിച്ചുള്ള കൽപ്പന കൊടുക്കുന്നു, കർത്താവിൻ്റെ സ്വർഗാരോഹണം അവർ ദർശിക്കുന്നു, അവർ പോയി കാത്തിരിക്കുന്നു, അതിനുശേഷം പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരുന്നു. ഇതിനിടയ്ക്കുള്ള സമയത്ത് ബിസിനസ് നടക്കുന്നു, അതായത് ലീഡർഷിപ്പിലേക്ക് ഉള്ള തെരഞ്ഞെടുപ്പും നടക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ആ ഫസ്റ്റ് ഡിവിഷൻ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ പ്രധാനമായും നിങ്ങളുടെ ശ്രദ്ധയിൽ എനിക്ക് കൊണ്ടുവരാനുള്ളത്. ഒരു കാര്യം കൂടെ, ഒരു വാക്കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ ഒന്ന് കൊണ്ടുവരാം. 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ തുടക്കം ഇങ്ങനെയാണ്: പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ. പെന്തക്കോസ്ത് നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു പേരാണ് പെന്തക്കോസ്ത്. എന്താ പെന്തക്കോസ്ത്? പെന്തക്കോസ്ത് യഹൂദന്മാരുടെ ഒരു ഉത്സവമാണ്. പെന്തക്കോസ്തിൻ്റെ അർത്ഥം 50-ാം ദിവസം എന്ന് മാത്രം. പെസഹ പെരുന്നാൾ കഴിഞ്ഞ് 50 ദിവസം കഴിഞ്ഞാൽ പെന്തക്കോസ്തിൻ്റെ പെരുന്നാളാണ്. അതാണ് പെന്തക്കോസ്ത് എന്ന വാക്കിൻ്റെ അർത്ഥം. പെന്തക്കോസ്ത് എന്ന വാക്ക് ഒരു ഗ്രീക്ക് പ്രയോഗമാണ്, അത് ഇംഗ്ലീഷോ മലയാളമോ അല്ല. ഇന്ന് പെന്തക്കോസ്തുകാർ എന്ന് ഒരു വിഭാഗത്തെ സംബോധന ചെയ്യുമ്പോൾ അതിൽ വാസ്തവത്തിൽ അർത്ഥമാക്കുന്നത് പെന്തക്കോസ്ത് ദിവസം നടന്ന ആത്മപകർച്ചയുടെ അനുഭവത്തെയാണ് പെന്തക്കോസ്റ്റൽ എക്സ്പീരിയൻസ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് പെന്തക്കോസ്തുകാർ എന്ന് പിൻകാലങ്ങളിൽ വിളിക്കുവാൻ തുടങ്ങിയത്. പെന്തക്കോസ്ത് സഭയല്ല, പെന്തക്കോസ്ത് ഒരു അനുഭവമാണ്. ആ അനുഭവം പ്രാപിക്കുവാൻ നാം ചെയ്യേണ്ടത് കർത്താവിൻ്റെ സന്നിധിയിൽ കാത്തിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതലാണെങ്കിൽ വിശ്വസ്തയോടെ കർത്താവിനെ സേവിപ്പാൻ, സ്നേഹിപ്പാൻ, ആരാധിക്കുവാൻ താല്പര്യപ്പെടുന്ന ഒരു ദൈവവൈതലാണെങ്കിൽ നിങ്ങൾക്കുള്ള ദാനമാണ് പരിശുദ്ധാത്മ സ്നാനം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. യേശുവിൻ്റെ മേൽ വന്ന് യേശുവിനെ ശക്തമായി പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുവാൻ ശക്തീകരിച്ച അതേ ആത്മാവാണ് എൻ്റെ മേലും നിങ്ങളുടെ മേലും വരുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് ഞാൻ ചെയ്ത പ്രവൃത്തി നിങ്ങൾ ചെയ്യും, അതിലും വലിയവയും നിങ്ങൾ ചെയ്യും. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് കർത്താവ് നിങ്ങളെ ദൈവസഭയിൽ ഏത് റോളിലാണ് കണ്ടിരിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ് ആത്മാവിൻ്റെ ശക്തിയോടെ ആ റോൾ, ആ പർപ്പസ് പൂർത്തീകരിക്കുവാൻ ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അടുത്ത എപ്പിസോഡിലും 2-ാം അധ്യായത്തിൽ അതിൻ്റെ 5-ാം വാക്യം മുതൽ 8-ന്റെ 3 വരെയുള്ള ആ വാക്യങ്ങളുടെ ഒരു തുടക്കമിടുവാൻ താല്പര്യപ്പെടുകയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ സ്റ്റഡി നിങ്ങൾ വളരെ പ്രാർത്ഥനയോടെ അറ്റൻഡ് ചെയ്യുവാൻ നിങ്ങളെ വിശേഷാൽ ഓർപ്പിക്കുകയാണ്. ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുക. ആയിരിക്കുന്ന ഇടത്ത് കണ്ണുകളടച്ച് തലകൾ വണക്കുമോ? ആ കണ്ണടച്ച് തല വണക്കുന്ന സമയത്ത് ഉള്ളുകൊണ്ട് പറഞ്ഞാട്ട്, കർത്താവേ, അവിടുത്തെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. ഒരു പക്ഷെങ്കിൽ നിങ്ങളിൽ ചിലർ നാളുകളായി പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടും പ്രത്യേക അനുഭവങ്ങളില്ലാതെ ഇരിക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ടാകും. ഭാരപ്പെടേണ്ട. നിങ്ങളുടെ ഭാഗം ഒരുക്കത്തോടെ കർത്താവിൻ്റെ വാഗ്ദത്തത്തിൽ വിശ്വസിച്ച് ഏൽപ്പിച്ച് കൊടുക്കുക എന്നതാണ്. ദൈവമാണ്, കർത്താവാണ് പരിശുദ്ധാത്മാവിൽ നിങ്ങളെ സ്നാനപ്പെടുത്തുന്നത്. ഈ TV പ്രക്ഷേപണം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് നിങ്ങളുടെ അരികിലുണ്ട്. കർത്താവിൻ്റെ കരം നിങ്ങളുടെ മേൽ വെക്കുവാൻ യേശു വിശ്വസ്തനാണ്. കണ്ണുകളടയ്ക്കാം. പ്രിയ കർത്താവേ, അവിടുന്ന് പറഞ്ഞ വാഗ്ദത്തത്തെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുകയായിരുന്നു. സാധാരണക്കാരായ ശിഷ്യന്മാരെ
അസാധാരണമായ ദൈവപ്രവൃത്തിക്കായി അവിടുന്ന് ഉപയോഗിച്ചത് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു കർത്താവേ. പരിശുദ്ധാത്മസ്നാനം വിശ്വസിക്കുന്ന സകല ദൈവമക്കൾക്കുമുള്ള അവകാശമാണ് എന്ന് ഞങ്ങൾ തിരുവെഴുത്തിലൂടെ മനസ്സിലാക്കി. അതവിടുത്തെ കൽപ്പനയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പ്രിയ കർത്താവേ, ഈ വചനം കേട്ട് പരിശുദ്ധാത്മാവിനായി കാത്തിരിക്കുന്ന സകലരുടെ മേലും അവിടുത്തെ കരം വയ്ക്കണമേ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവിടുത്തെ അളക്കുവാൻ കഴിയാത്ത ദൈവശക്തിയുടെ വ്യാപാരം അവരുടെ മൺകൂടാരത്തിൽ ദാനമായി കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമേ എന്നെളിയവൻ പ്രാർത്ഥിക്കുന്നു. ഈ തലമുറയിൽ ഞങ്ങളിലൂടെയെല്ലാം കർത്താവ് മഹത്വമെടുക്കണമേ. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.